നമസ്കാരം. നാളെ ഓശാന ഞായറാഴ്ചയാണ് നാളെ. ഓശാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം പക്ഷേ വലിയ ആശങ്കയിലുമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് മേൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പള്ളിയിലെ പാതിരിമാർ ആക്രമിക്കപ്പെടുന്ന തരത്തിലൊക്കെ ഒരു വലിയ സ്ഥിതിവിശേഷം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, കേരളത്തിലും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശങ്കയിലേക്ക് ക്രൈസ്തവ സമൂഹം പോകുന്നത്? ഇപ്പം ഗോപകുമാർ ആദ്യമേ പറഞ്ഞ പോലെ നാളെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാളും അഥവാ കുരുത്തോല പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഓർമ്മ വരുന്നത് ഒരു രസകരമായൊരു കവിതയാണ്. ആ കവിതയുടെ തലക്കെട്ട് ഇപ്രകാരമാണ്: ക്രിസ്തുവില്ലാത്ത കഴുത. നമുക്ക് എവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജകീയമായൊരു വരവിൻ്റെ ഒരു ആഘോഷമാണ് ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. അന്നേരം ഈ കവിതയിലൂടെ കവി ആ കഴുതയുടെ മനോവ്യാപാരങ്ങൾ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു കഴുതപ്പുറത്തേറിയാണ് യെരുശലേമിലേക്ക് വന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കഴുതയെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കാരണം ഒരു ആരാലും വിലമതിക്കാത്ത, ഏറ്റവും അപ്രധാനമായ, അപ്രസക്തമായ ഒരു ജീവിയായിട്ടാണ് അന്നും ഇന്നും കരുതപ്പെടുന്നത്. അന്നേരം അതുപോലുള്ളൊരു കഴുതയെയാണ് യേശു ക്രിസ്തു തൻ്റെ യെരുശലേമിലേക്കുള്ള ഒരു യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. അന്നേരം ആ ഒരു വരവെന്ന് പറയുന്നത് വളരെ രാജകീയമായ ഒരു വരവായിരുന്നു. അന്നേരം യേശു ക്രിസ്തു ആ കഴുതയുടെ പുറത്തേറി വരുന്നു. കഴുതപ്പുറത്തേറി വരുന്ന യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ റോഡിലെല്ലാം വസ്ത്രങ്ങൾ വിരിച്ച്, ഒലിവ് ചില്ലകൾ വീശി, വളരെ ആർപ്പ് വിളിച്ച്, വളരെ രാജകീയമായൊരു വരവേൽപ്പാണ് യെരുശലേമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് നൽകുന്നത്. അന്നേരം ആ കഴുതയുടെ ഒരു ചിന്താഗതി, അന്നേരം കഴുതയെ സംബന്ധിച്ചിടത്തോളം അതുവരെ അതിൻ്റെ ജീവിതത്തിൽ ആട്ടും തുപ്പും ഏറും അടിയും പീഡനങ്ങളും മാത്രമേ ഉള്ളൂ കഴുതയ്ക്ക് അനുഭവിക്കുള്ളൂ. അന്നേരം കഴുതയ്ക്ക്, പക്ഷേ ഈ കഴുതയെ സംബന്ധിച്ചിടത്തോളം പുറത്തിരിക്കുന്ന ആരാന്നറിയില്ല. അന്നേരം കഴുതയെ സംബന്ധിച്ചിടത്തോളം കഴുത നോക്കുമ്പോഴത്തേക്കും ആർപ്പ് വിളിക്കപ്പെടുന്നു, പാതയിൽ മൊത്തം പട്ട് വിരിച്ചു തരുന്നു. വളരെ അതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു സ്വീകരണം കഴുതയ്ക്ക് ലഭിക്കുന്നു. കഴുത ഓർത്തോടാ, ഇത് കൊള്ളാമല്ലോ. അങ്ങനെ യെരുശലേമിലേക്ക് പോയി യേശു ക്രിസ്തു അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കഴുത അന്നേരം ആ ഒരു മൂടിൽ നിന്നും മാറിയിട്ടില്ല. അന്നേരം കഴുത അന്നേരം ഓർത്തോടാ, ഇത് എന്തൊക്കെയോ എന്നിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴുത അടുത്ത ദിവസം രാവിലെ ഇതേ സ്ഥാനത്ത് വന്ന് നിന്നു. അന്നേരം കഴുത അന്നേരം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അനുഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ആ ഒരു ഫീൽ വീണ്ടും ഉണ്ടാകാൻ വേണ്ടി കഴുത വന്ന് ഇതേപോലെ യാത്ര ആരംഭിച്ചു. കഴുത ആരംഭിച്ച് മുന്നോട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പഴയ പോലത്തെ അവസ്ഥ, ഏറ്, ആട്ട്, തുപ്പ്, ആളുകൾ എറിഞ്ഞു ഓടിക്കുന്നു. കഴുത ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് തൻ്റെ യജമാനൻ എൻ്റെ അടുത്തെത്തുക. യജമാനൻ തുണിയെല്ലാം അലക്കി ഉണക്കാനിട്ടേക്കുന്നത് തുണി കണ്ടപ്പോൾ അലക്കാരൻ്റെ കഴുതയാണ്. അതെ. അത് കഴുത നോക്കിയപ്പോഴത്തേക്കാണ് തൻ്റെ യജമാനോട് മാത്രമേ തന്നോട് സ്നേഹം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാ തുണി വിരിച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ തുണിയുടെ മണ്ടേ കൂടെ കയറി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത പോയി മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുതയ്ക്ക് മനസ്സിലായി, ഇത് എന്നെയല്ല ബഹുമാനിച്ചത്, എനിക്കായിരുന്നില്ല ആ സ്വീകരണം തന്നത്, എൻ്റെ പുറത്തുണ്ടായിരുന്ന ആരോ ഒരാൾ അദ്ദേഹത്തിനായിരുന്നു കിട്ടുന്ന. കഴുതയ്ക്ക് തിരിച്ചറിവുണ്ടായി. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അങ്ങ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ മത പുരോഹിതന്മാരോട് ആക്രമിക്കപ്പെടുന്നത്, ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഒരു ഉത്തരം ഇതാണ്. ആ കഴുതയ്ക്ക് പോലും മനസ്സിലായ കാര്യം ഈ പൗരോഹിത്യ വർഗത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അന്നേരം അവരെ സംബന്ധിച്ചോളം ഇവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ കരുതുന്നു, ഞങ്ങളെയാണ് ഈ ജനങ്ങൾ വണങ്ങുന്നത്, ഞങ്ങളെയാണ് ജനങ്ങൾ ആരാധിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരുടെ പേരിലാണോ ഇവർ ഈ സഭ സ്ഥാപിച്ചത്, ആരുടെ പേരിലാണോ ഇവർ ഈ കൂദാശ കച്ചവടം നടത്തുന്നത്, ആരുടെ പേരിലാണോ ഇവർ ഈ സകലമാന പണികളും ചെയ്യുന്നത്, ആ ക്രിസ്തുവിനെ ഇവർ മറന്നു. ഇവരെയാണ് സമൂഹവും സമുദായവും എല്ലാവരും ആരാധിക്കുന്നതും വണങ്ങുന്നുമെന്നൊരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞപ്പോൾ ആ കഴുതയ്ക്കുണ്ടായ അനുഭവമാണ് ഇവർക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വാരി വലിച്ചിട്ട് കഴുതയെ എടുത്ത് അടിക്കുന്ന പോലെ ഇന്ന് പാതിരിമാരെയും പാച്ചർമാരെയും എടുത്ത് ജനങ്ങൾ വാരി വലിച്ചിട്ട് അടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ കഴുതയ്ക്കുണ്ടായ തിരിച്ചറിവ് പോലും ഇവർക്കുണ്ടായില്ല എന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ പാതിരിമാരെയും പള്ളിയിലച്ചന്മാരെയൊക്കെ വരിഞ്ഞു മുറുകിയിട്ടടിക്കുന്നുണ്ട്, വഴിയോരം ഇട്ടടിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ആക്രമണം നടത്തുന്ന പള്ളികളിലേക്ക് കയറി ആക്രമണം നടത്തുന്നത് ഇതൊന്നും മുമ്പില്ലാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കാരണം ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു സഭ പോലും സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു മതസ്ഥാപകനായിരുന്നില്ല, ഒരു മാർഗമാണ് കാണിച്ചത്. അതെ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് ഈ മത നേതാക്കന്മാർ മതസ്ഥാപകർ ഉണ്ടാക്കിയ പോലെ ഒരു രൂപമോ ഭാവമോ സത്വമോ ഒന്നുമല്ല യേശു ക്രിസ്തു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്താ കാണിച്ചത്? സ്നേഹം, ക്ഷമ, ദയ, കരുണ, പരോപകാരം, ഇന്ദ്രജയം. അന്നേരം ഈ ഇത്തരമുള്ള ഗുണങ്ങളുടെ ഒരു മൂർത്തിഭാവമായിരുന്നു യേശു ക്രിസ്തു. അന്നേരം ഒരു നല്ല ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. എന്നാൽ ഈ മതസ്ഥാപകർ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആയിരക്കണക്കിന് സഭകൾ സ്ഥാപിച്ചു. അവരതിന് ഓരോ പേരുകളിട്ടു. ഒരു ക്രിസ്തുവും ഒരു വിശുദ്ധ വേദപുസ്തകവും ആണെങ്കിൽ ഇവരുടേതായ തരത്തിലുള്ള കൂതാശകളുണ്ടാക്കി, ഇവരുടെ വേഷവിധാനങ്ങളുണ്ടാക്കി, ഇവരുടെ സംവിധാനങ്ങളുണ്ടാക്കി. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, നീ പക്ഷികളെയും പറവയും കണ്ടുപിടിക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധനവാൻ സ്വർഗരാജ്യ പ്രവേശത്തെക്കുറിച്ച് പറഞ്ഞത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കയറുന്നില്ല, ദുഷ്കരമാണെന്ന് പറഞ്ഞ ഈ വേദപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവന്മാർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ മതത്തിനുടമകളായി. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കാലിത്തൊഴുത്തിൽ പിറന്ന് കഴുതപ്പുറത്തേറി ഈ വന്ന്, അതായത് അതിസമ്പന്നനുമായിരുന്നില്ല, വലിയ സാമ്പത്തിക ഏറ്റവും എളിമയുടെ അതിൽ പരം ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു കഴുതമേലേറുക എന്ന് പറയുന്ന ഒരവസ്ഥ. അന്നേരം അത്രത്തോളം എളിമയും ലാളിത്യവും കാണിച്ചു തന്ന ക്രിസ്തുവിൻ്റെ പേരിൽ സഭകൾ ഉണ്ടാക്കുന്ന ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും ന്യൂനപക്ഷമാണെങ്കിലും ഏറ്റവും സമ്പന്നരായ ഒരു മതവിഭാഗം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമൂഹമാണ്. ഈ ക്രൈസ്തവ വിഭാഗം. ഞാനിപ്പോൾ ഈ ഓശാനയുടെ കാര്യത്തിലാണ്. ഓശാന വരുമ്പോൾ നമ്മളെപ്പോഴും വലിയ സന്തോഷത്തിലാണല്ലോ ഓശാന പെരുന്നാളുകൾ ആഘോഷിക്കുന്നത്. ഈ ഓശാന വരുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പലതരത്തിലുള്ള സഭകൾ ഉണ്ടാക്കുന്നു. ആ സഭകൾ പലതരത്തിൽ വിഭജിക്കപ്പെടുന്നു. എന്നിട്ട് ആ സഭകളിൽ നിന്ന് തന്നെ പണസമ്പാദനം എന്ന് പറയപ്പെടുന്ന മാർഗമാക്കി ഈ ക്രിസ്തുവിനെ പോലും അല്ലെ പൗരോഹിത്യത്തെയും ഒപ്പം തന്നെ ക്രിസ്തുവിനെയും അവരതിൻ്റെ ഒരു മാർഗമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരേ ഒരു ഓശാന പെരുന്നാളല്ലേ? അതെന്തുകൊണ്ടാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സംവിധാനത്തിലേക്ക് എത്താൻ കഴിയാതെ. ഒന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഈ ലാളിത്യത്തിന്റെ രൂപമായിരുന്നെങ്കിൽ അന്നും പീലാത്തോസിന്റെ വേഷവിധാനങ്ങളോടുകൂടി ഈ പൗരോഹിത്യവർഗം ക്രിസ്തുവിനെ ക്രൂശിലേറ്റുവാൻ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഒത്താശയും ചെയ്തു കൊടുത്ത ഈ പൗരോഹിത്യവർഗം തന്നെ ക്രിസ്തുവിനെ ഒരു നല്ല കച്ചവടച്ചരക്കാക്കി മാറ്റി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവരുടെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവും വിശുദ്ധ വേദപുസ്തകവും. ഇവർ ഇന്ന് അതിനെ നന്നായി മാർക്കറ്റ് ചെയ്യുന്നു. ഇവരിതിനെ ഓരോ തരത്തിൽ നാളെ കാണുന്ന ആഘോഷം എന്ന് പറയുന്നത് ഇത് പൗരോഹിത്യ സൃഷ്ടി മാത്രമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവന്റ് കലണ്ടറിൽ ഏറ്റവും ലുക്രറ്റീവായിട്ടുള്ള ഏറ്റവും വലിയ ടേൺ ഓവർ നടക്കാൻ പറ്റാവുന്ന ഒരു കച്ചവടമാണ് ഇനി വരാൻ പോകുന്ന ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ദിനങ്ങൾ. ഈ വരുന്ന ഈ വലിയ നോമ്പ് ദിനങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ കലണ്ടറിലെ ഏറ്റവും വലിയ കൊയ്ത്ത് നടക്കുന്ന സമയമാണ്. ഇതെല്ലാം പൗരോഹിത്യ സൃഷ്ടികളാണ്. അന്നേരം ഓശാന ഞായർ മുതൽ ഉയർപ്പ് വരെയുള്ള ഞായർ വരെയുള്ള ഈ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ഈ പറയുന്ന സ്മരണകളുമായി അവർ ദേവാലയങ്ങളിലേക്ക് എത്തുന്നു, അവർ നേർച്ച കാഴ്ചകൾ നടത്തുന്നു. അങ്ങനെ ഇവരെ കൂടുതൽ ഇതിനോട് ഇമോഷണലി ഇവരെ ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ ഇവരുടെ മനസ്സിനെ കടത്തിവിട്ട് ആ ദുഃഖസാന്ദ്രമാക്കി ഇവരെ പള്ളികളോട് കൂടുതൽ അടുപ്പിച്ച് അവരെ ഇമോഷണലി ഹാൻഡിൽ ചെയ്ത് അവരിൽ നിന്നും പരമാവധി പണം ഈ ദിവസങ്ങളിലേക്ക് പള്ളികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വർഷങ്ങളായി കഴിഞ്ഞ ഇത്ര ആയിരക്കണക്കിന് 2000-ലധികം വർഷങ്ങളായിട്ട് ഇവർ ഈ നാടകം നടത്തി വരികയാണ്. ഇയർലി അഫെയർ ആണത് നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് മാറ്റങ്ങൾ ഇവർക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പൗരോഹിത്യ വർഗത്തിന് ഉള്ള നേട്ടം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നേട്ടമല്ലാതെ ഈ ദിവസങ്ങൾ കൊണ്ട് സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഞാനത് തന്നെയാണ് ചോദിച്ചത്. ഈ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് സമാധാനപരമായ സ്നേഹപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അതിലൂടെ അവരുടെ ജീവിതം കുറച്ചുകൂടി പരിപോഷിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കാണല്ലോ അത് ഇപ്പോൾ സർക്കാരുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മതങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളെ വിവക്ഷിക്കുന്നത്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ സഭകൾ പലതാണ്. ഇത്തരത്തിൽ പല സഭകളുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. മറ്റൊന്ന്, ജനങ്ങളെല്ലാം ഒന്നുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രൈസ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായിക്കോട്ടെ, ഈ നമുക്ക് ക്രൈസ്തവ സഭയെ പറയുന്നതുകൊണ്ട് മാത്രം ആ ക്രൈസ്തവ സമൂഹത്തിനെ ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ സഭയെ ഭിന്നിപ്പിച്ചതേ ഈ തരുന്ന പൗരോഹിത്യന്മാരാണോ? അതെ, അതിൻ്റെ ഏറ്റവും
പ്രധാനപ്പെട്ട ഉത്തരം ആദ്യമേ പറഞ്ഞതാണ്. കാരണം ക്രിസ്തു ഒരു സമുദായം ഉണ്ടാക്കിയിട്ടില്ല, ക്രിസ്തു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല, ക്രിസ്തു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ വക്താവുമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഈ സമുദായങ്ങളാണ് ഇത്തരത്തിലുള്ള സകലതിൻ്റെ പ്രശ്നം. കാരണം അന്നേരം ഇതിനെ ഒരിക്കലും ഒരു ക്രൈസ്തവരെന്നോ ക്രിസ്തുവിൻ്റെ അനുയായികളെന്നോ നമുക്ക് ഇന്ന് കാണുന്ന ഈ പൗരോഹിത്യ വൃത്തത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ളവരെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തു പറഞ്ഞ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. കാരണം ക്രിസ്തു ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരെ കാണുമ്പോഴും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത് സമാധാനത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് സമാധാനം ഒരു അഭിസംബോധനയുടെയായിരുന്നു ക്രിസ്തു എപ്പോഴും വന്ന് സംസാരിച്ചിരുന്നത്. ക്രൈസ്തവ സഭകളിലെ കാര്യം എടുക്കുക, സമാധാനം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, സമാധാനം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എവിടെയുണ്ട്? ഈ സഭകളിലില്ല, ഈ വിശ്വാസികളുടെ കുടുംബങ്ങളിലില്ല. കാരണം ഈ സമാധാനം ഉണ്ടാക്കുന്ന സമാധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സഭകൾ തമ്മിലുള്ള അവസ്ഥ തന്നെ നോക്കുക. ഒരു സഭയ്ക്ക് ഒരു സഭയെ കാണാൻ പാടില്ല. സഹോദര സഭകൾ തമ്മിൽ അവരുടെ പള്ളികൾ പിടിച്ചു പറിക്കാനായിട്ട് തെരുവിൽ കിടന്ന് അടികൂടുന്നു. കൂദാശകളുടെ പേരിൽ കടന്നൊരു ഭാഗം തമ്മിലടിക്കുന്നു. ഇങ്ങനെ ഈ സഭകൾ തമ്മിൽ പോലും ഒരു ഐക്യമില്ല. അന്നേരം ക്രിസ്തു പറഞ്ഞത്, നിന്റെ ജീവൻ കൊടുത്തും സ്നേഹിക്കാം, നിന്റെ സ്നേഹം വെടിഞ്ഞും ക്ഷമിക്കാം, ജീവൻ വെടിയേണ്ടി വന്നാലും എത്രത്തോളം ക്ഷമിക്കാമെന്ന് തൻ്റെ സ്വജീവനെ തന്നെ ബലിയായി നൽകിയ ഒരു മാതൃകയാണ് യേശു ക്രിസ്തു കാണിച്ചു നിൽക്കുന്നത്. അതിന് അതുമെല്ലാം വെച്ച് നോക്കിയപ്പോൾ ഈ ഒരു ക്രിസ്തു കാണിച്ചെന്ന മാതൃക എന്ന് പറയുന്നത് ഇന്ന് ഈ പറഞ്ഞ സഭകളിലോ പൗരോഹിത്യ വൃത്തത്തിലോ ഇല്ല. അന്നേരം യഥാർത്ഥത്തിൽ ഇന്ന് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നാണം കെടുത്തുന്ന, ഇതൊരു മോക്കറിയാക്കുന്ന, ഒരു മിമിക് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു ആൻറ്റി ക്രൈസ്റ്റ് മൂവ്മെൻറ്റ്സ് മാത്രമാണ് ഇന്ന് ഈ കാണുന്നത്. അത് പലപ്പോഴും സുനിൽ മാത്യു തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ഈ വചന പ്രഘോഷണങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ. ഇങ്ങനെ എവിടെയെങ്കിലും യേശു ക്രിസ്തു ഈ പറഞ്ഞ പോലെ യേശു ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു മതത്തിൻ്റെ സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാനോ അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാനോ ഒന്നും യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും പലതരത്തിലുള്ള ഈ തരത്തിലുള്ള വചന പ്രഘോഷണങ്ങൾ, ഇങ്ങനെ തുറന്നു വിളികൾ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കലുകൾ ഒക്കെ നടത്തി കൊള്ളണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാത്ത കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞത്, നിനക്ക് സൗജന്യമായി ലഭിച്ചതൊക്കെ നീ സൗജന്യമായി കൊടുപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നീ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നീ സ്വീകരിക്കരുത്, നിന്റെ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് പോകുവാനായിട്ടാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ പലതരത്തിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങളും പലതരത്തിലുള്ള കരിഷ്മാറ്റിക് ധ്യാനങ്ങളും പലതരത്തിലുള്ള വചന പ്രഘോഷണങ്ങളും ഇതെല്ലാം ഒരു പണസമ്പാദനത്തിനുള്ള ഒരു ഇവൻറ്റുകൾ എന്ന തരത്തിലേക്ക് ഈ കൂദാശവൽക്കരിക്കപ്പെട്ടു. ഇതെല്ലാം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതിനൊരു സഭ എന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന ഓരോ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. അതിന് ഓരോ താരിപ്പുകളും ചുറ്റുവട്ടങ്ങളും ഉണ്ടാക്കുന്നു. ഓരോ അനുഷ്ഠാനങ്ങൾ ഇവർ തന്നെ സൃഷ്ടിക്കുന്നു. പലതരത്തിലുള്ള കൂദാശകൾ, ക്രിസ്തു ഈ പറയുന്ന തരത്തിലുള്ള ഒരു കൂദാശകളും ഉണ്ടായിട്ടില്ല. ക്രിസ്തു ആരുടെയും കല്യാണം നടത്തി കൊടുത്തിട്ടില്ല, ക്രിസ്തു ആരുടെയും മാമോദിസ നടത്തി കൊടുത്തിട്ടില്ല, ക്രിസ്തു ആരുടെയും ശവടക നടത്തി കൊടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കൂദാശകൾ ഇവരായിട്ട് പൗരോഹിത്യ സൃഷ്ടിയാണ്. ഇതെല്ലാം ഇവരുടെ കാശുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സമ്പത്താണ്. ഇപ്പം മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടിനെയും എന്നാൽ ഇന്ന് ഒരു മാമോൻ സേവകരുടെ ഒരു കൂട്ടായ്മകൾ മാത്രമാണിത്. ക്രിസ്തുവിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പണത്തിനാണ്. അന്നേരം ഒരു പണസമ്പാദനത്തിനുള്ള ഒരു പ്രൊഫഷനും ഒരു കൂട്ടായ്മയും മാത്രമായി ഇത് അധപ്പതിച്ചത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ ചർച്ച തുടങ്ങിയതുപോലുള്ള ഇവരുടെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മനസ്സിലാക്കിയ വിശ്വാസി സമൂഹം തന്നെ ഇവരെ തല്ലാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ഈ പൗരോഹിത്യ വൃത്തക്ക് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നത് മറ്റുള്ള സമുദായങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ അല്ല, സമുദായത്തിൽ നിന്നുള്ള വിശ്വാസികൾ തന്നെയാണ് ഇവരെ ഓടിച്ചുട്ടി നടിക്കുന്ന തരത്തിലേക്കുള്ള. അല്ല, അത്തരത്തിലുള്ള തല്ലുണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പല മാധ്യമങ്ങളിലും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കാണുന്നതുമാണ്. പള്ളിയിൽ അച്ഛന്മാരെയൊക്കെ തരം തിരിഞ്ഞിട്ടടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടാകുന്നത്? അവിടുത്തെ ഒരേ പള്ളിക്കകത്തുള്ളവർ അല്ലെങ്കിൽ ആ ഇടവകക്കാരാണ് അത്തരത്തിലുള്ള ഇടവകക്കാർ തമ്മിലടിക്കുന്ന കാഴ്ചയാണ്. കാരണം ഇന്ന് ചൂഷകരുടെ
അതായത് ഇരകളായിട്ട് നിൽക്കുന്നത് വിശ്വാസി സമൂഹമാണ്. കാരണം ചൂഷകരുടെ രൂപത്തിൽ പൗരോഹിത്യ വൃത്തികളും എല്ലാ തരത്തിലും ഇവരെ ചൂഷണം, സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നു, ലൈംഗികരമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ഏതൊക്കെ തരത്തിൽ ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടുമോ, ഇമോഷണലി ചൂഷണം ചെയ്യപ്പെടുന്നു, ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാൻ പറ്റുമോ അത്തരത്തിലെല്ലാം പൗരോഹിത്യ വർഗം ഇവരെ ചൂഷണം ചെയ്യുന്നു. ഒരു രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അന്ന് ഈ ബാലക്കാരുടെ ഡ്രസ്സുകളെ അനുഭവിക്കുന്ന രീതിയിൽ ഓരോ കോലംകെട്ട വേഷവുമായിട്ട് ഇവർ നടക്കുകയാണ്. അത്തരം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചോളം ഇവർ ഈ പൊള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്ക് അതുകൊണ്ടാണ് ഈ അടികൾ നടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഇതായ ഒരു നല്ല വശങ്ങളും നല്ല ഗുണവും അദ്ദേഹം കാണിച്ചു തന്ന ഒരു മാർഗവും ഇവരിൽ കാണാൻ സാധിക്കുന്നില്ല. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവർക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഇവർക്ക് സ്നേഹമില്ല, കരുണയില്ല, പരോപകാരമില്ല, ഇന്ദ്രിയജയമില്ല. എല്ലാ തരത്തിലും വളരെ കളങ്കിതരായ പാപികളായ സാധാരണ ജനങ്ങളെക്കാൾ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന ഇവരുടെ ഈ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വന്നത്. അല്ല, ഈ പള്ളിയിലച്ചന്മാർ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ്, അതായത് പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈ പള്ളിയിലച്ചന്മാർ ഇവരെ, അതായത് നമ്മുടെ അതിൻ്റെ വിശ്വാസി സമൂഹം അത് പലതരത്തിലാണ്. ഇപ്പോൾ ലൈംഗികമായിട്ട് വരെ ഉപയോഗിക്കുന്ന പല പാതിരിമാരെയും നമുക്ക് കാണേണ്ടി വന്ന കാഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ പാതിരിമാരെ വിശ്വസിക്കുക എന്ന് പറയപ്പെടുന്ന തരം, അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെ വിശ്വസിക്കുക, അവരെന്തോ ദൈവികമായ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലാണല്ലോ ഈ വിശ്വാസികൾ ഇവരെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച താങ്കളുടെ കഴുതയുമായി ബന്ധപ്പെട്ട് വരുന്ന, അതായത് ക്രിസ്തുവില്ലാത്ത കഴുത എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ക്രിസ്തുവില്ലാത്ത കഴുത എന്ന് പറയപ്പെടുന്നത് ഇവിടെ എന്തുകൊണ്ടും യോജിക്കുന്നത് ഈ പറയുന്ന വിശ്വാസികളാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലുള്ള അധമന്മാരെയല്ലേ ഈ ദൈവവിശ്വാസികൾ ഇപ്പോൾ ദൈവങ്ങളായി ആരാധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർ പറയുന്ന രീതിയിലൊക്കെ ഏത് തരത്തിലും നിന്നു കൊടുക്കുവാൻ, കുമ്പസാര രഹസ്യം അടക്കം പുറത്തു വിടുന്ന, അല്ലെങ്കിൽ അതിനെ വെച്ച് വരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അച്ഛന്മാരുണ്ട് എന്നുള്ളതാണ് അല്ലേ, അത്തരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വാസികൾ ഇങ്ങനെ തലയിലേറ്റി നടക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ മാറേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയില്ലേ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും. അന്നേരം ആ വിശ്വാസികൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് i2i ന്യൂസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവബോധം വരുത്താൻ പറ്റാവുന്ന തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു കടലും കടലാടിയും പോലുള്ളൊരു ബന്ധം പോലും ഈ പൗരോഹിത്യ വൃത്തവും അതുപോലെ ക്രിസ്തുവും തമ്മിൽ ഇല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന ഒരു കഴുതകളുടെ റോളേ ഉള്ളു ഇവർക്ക്. കാരണം ക്രിസ്തുവില്ലാത്ത കഴുതകളാണ് ഇവർ. അതുകൊണ്ടാണ് അത് കവി വളരെ ഭംഗ്യന്തരേണ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്തുവില്ലാത്ത കഴുതകൾ. അന്നേരം ഇതൊരു ക്രിസ്തുവില്ലാത്ത കഴുതകളാണെന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസി സമൂഹത്തിനും ഉണ്ടാകണം. കാരണം ക്രിസ്തുവിന്റെ എലമെന്റ് ഇല്ലാത്ത, ക്രിസ്തുവില്ലാത്ത വെറും കഴുതകളാണ് ഈ പൗരോഹിത്യ കച്ചവടക്കാർ. അതായത് യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പള്ളിയിലച്ചന്മാരുള്ളൂ, അല്ലെങ്കിൽ പള്ളികളുള്ളൂ, അല്ലേ? അല്ലെ, അങ്ങനെയല്ല നമ്മൾ. കാരണം അവരുള്ളൂന്നല്ല, ക്രിസ്തു ഒരിക്കലും പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, കൂദാശ ഉണ്ടാക്കില്ല. കാരണം ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ഈ പൗരോഹിത്യ അല്ലെങ്കിൽ ആത്മീയ കച്ചവടക്കാർ നടത്തുന്ന ഒരു തരത്തിലുള്ള പള്ളികളുടെയോ ഇവരുടെ കൂദാശകളുടെയോ ആവശ്യമില്ല. ക്രിസ്തു ഒരു മാർഗമാണ് കാണിച്ചു തന്നത്. അത് ഈ പറയുന്ന പോലെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പരോപകാരത്തിന്റെയും ഒക്കെ ഒരു വഴിയാണ് കാണിച്ചത്. ഒരു നല്ല ശമരിയക്കാരന്റെ ഒരു വഴിയാണ് ക്രിസ്തു കാണിച്ചത്. അന്നേരം ഇതിന് ഇടനിലക്കാരായിട്ട് ഈ പൗരോഹിത്യ വർഗത്തിൻ്റെയോ ഈ മതക്കച്ചവടക്കാരുടെയോ ആവശ്യമില്ല, ക്രിസ്തുവിനെ അറിയാൻ. അത്തരം വിശ്വാസികളെ സംബന്ധിച്ചോളം മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തുവില്ലാത്ത ഈ കഴുതകളുടെ ഒപ്പം നിന്ന് വെറും കഴുതകളായി പോകാതിരിക്കുക. കാരണം ഈ കഴുതകൾ, ക്രിസ്തുവിനെ അറിയാത്ത ഈ കഴുതകൾ ഇവരെ ആട്ടിത്തെളിച്ച് ഈ കഴുതയുടെ താവളത്തിലേക്ക് ഇവരെ അറിഞ്ഞോ അറിയാതെയോ ആ കഴുതക്കൂട്ടിലോട്ടാണ് വിശ്വാസം നടന്നെടുക്കുന്നത്. ഇതിനെ ദൈവവിശ്വാസമെന്നോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസമെന്നോ തെറ്റിദ്ധരിച്ച് വെറും കഴുതകളായി, ക്രിസ്തുവില്ലാത്ത കഴുതകളുടെ കൂട്ടത്തിലായി, ക്രിസ്തുവില്ലാത്ത കഴുതകളായി ഇന്നത്തെ ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞു. അന്നേരം ആ ഒരു മാറ്റം ഉണ്ടാകണം. ക്രിസ്തുവിനെ അവർ വിശുദ്ധ വേദപുസ്തകം വായിക്കുക, ക്രിസ്തുവിനെ അറിയുക. ഇതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഇവർ വെറുതെ ക്രിസ്തു സഞ്ചരിച്ച, ക്രിസ്തുവിനെ അറിയാത്ത ഒരു കഴുതകൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി ഇവരിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് ഓരോ ക്രിസ്ത്യാനിക്കും സാധിച്ചാൽ, ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭാഴ്ചയിൽ അദ്ദേഹം കാണിച്ചു തന്ന ആ മാർഗം, സ്വന്തം ജീവനെ വെടിഞ്ഞും നമുക്ക് സ്നേഹിക്കാം, എത്രത്തോളം ജീവൻ വെടിഞ്ഞും സഹിക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാം എന്ന് കാണിച്ചു തന്ന ആ ക്രിസ്തുവിൻ്റെ ആ പാത പിന്തുടരുന്നവനാണ് ക്രിസ്ത്യാനി. അതല്ലാതെ ഏതെങ്കിലും കഴുതയുടെ
ക്രിസ്തുവിനെ അറിയാത്ത അല്ലെ ക്രിസ്തു കയറിയ അല്ലെ ക്രിസ്തുവിൻ്റെ അടുത്തൂടെ പോയ ഒരു കഴുതയാണെന്ന് പറഞ്ഞ് ആ കഴുതയെ ആരാധിച്ച് പോകുന്ന, കഴുതയുടെ കാർച്ച കേട്ട് പുറകെ പോകുന്ന ഒരു കഴുതയെ പിന്തുടരുന്നവരാകരുത് ക്രിസ്ത്യാനികൾ. ആ തിരിച്ചറിവെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം ഓശാന ആഘോഷങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അതല്ലെങ്കിൽ പൗരോഹിത്യ വർഗത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കച്ചവട ഇവൻറ്റിൻ്റെ ഒരു പാർട്ടായി മാറി ഇത്തരം താരിപ്പുകളിൽ പോയി പങ്കെടുത്ത് അവൻ്റെ കയ്യിലുള്ള പൈസയും ഇട്ട് അവൻ്റെ മനസമാധാനവും കളഞ്ഞ് ഈ പറയുന്ന ക്രിസ്തു ഇല്ലാത്ത കഴുതകളായി ജീവിക്കണോ, അതോ ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്തുവിൻ്റെ പിൻഗാമികളാകണോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക, ചിന്തിക്കുക. അതാണ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനും കഴിയുന്നത്. അത് തന്നെയാണ് അവസാനം. അതായത് ഓശാനയാണ്. ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സുനിൽ മാത്യുവും പറഞ്ഞു വെക്കുന്നത് പോലെ നമുക്ക് സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരോപകാരത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയാൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയും. അങ്ങനെ ആ ക്രിസ്തുവിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ക്രിസ്തുവുള്ള ഒരു ലോകത്തിലൂടെ കടന്നു പോകണമെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വഴി. അല്ലാതെ അടിമകളാകരുത് ഈ പൗരോഹിത്യത്തിൻ്റെ വെള്ളക്കുപ്പായം ഇട്ടിരിക്കുന്നവരുടെ വെറും അടിമകളായി തീരാതെ പകരം സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ പാതയിലൂടെ ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.